യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ അവിടുത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷികളായി നാം മാറുന്നു. ശക്തിയേറിയ അവിടുത്തെ വചനം നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ അവിടുത്തെ വചനത്തിൻ്റെ ശക്തി നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ വചനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നമുക്കായി വചന സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ കുര്യൻ കാരിക്കലച്ചനാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഷെമാ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ജെറമ്യായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ദൈവം അവരെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: അവരുടെ നടപ്പ് മുന്നോട്ടായിരുന്നില്ല, പിന്നോട്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽക്കാരിൽ നിന്ന് മാത്രമല്ല, നാം ഏവരിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ യാത്ര, നമ്മുടെ നടപ്പ്, നമ്മുടെ നോട്ടം, ഇവയെല്ലാം മുന്നോട്ടായിരിക്കണം എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് യാത്ര ചെയ്യാം, പുറകോട്ട് യാത്ര ചെയ്യാം, മുമ്പിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകാം, പിന്നിലുള്ളവയിൽ ശ്രദ്ധ ചെലുത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം. പക്ഷേ നമ്മളെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം കർത്താവ് പറയുകയാണ്: നിൻ്റെ നടപ്പ് എപ്പോഴും മുന്നോട്ടായിരിക്കണം എന്നുള്ളത്. ഒരു 4-5 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി വചന വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ നടപ്പും കിടപ്പും കൃത്യമായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തനം 139 3-ാമത്തെ വചനമെടുക്കുമ്പോൾ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്: കർത്താവേ, അവിടുന്ന് എൻ്റെ നടപ്പും കിടപ്പും അറിയുന്നവനാണ്. നമ്മളെങ്ങനെ നടക്കുന്നു, നമ്മളെങ്ങനെ കിടക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലമാന കാര്യങ്ങളും നമ്മുടെ ദൈവം അറിയുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, മറ്റ് പല വചനഭാഗങ്ങളും ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെയും കർത്താവ് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും: ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ ഉയരുമ്പോൾ ഞാനത് അറിയും. ഓക്കെ, നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിനറിയാം.
നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിനറിയാം. നമ്മുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ പോലും ദൈവം കാണുന്നു. ഒപ്പം ഈ പ്രഭാഷകൻ 42:20 പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഒരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് വീഴുമ്പോൾ നിൻ്റെ ദൈവം അത് കേട്ടിരിക്കും. നമ്മൾ പിറുപിറുപ്പ് പോലെ പറഞ്ഞതാണെങ്കിലും, ഉച്ചത്തിൽ പറഞ്ഞതാണെങ്കിലും, പൊട്ടിത്തെറിച്ച് പറഞ്ഞതാണെങ്കിലും കർത്താവ് പറയുകയാണ്, നിൻ്റെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കും ഞാൻ കേട്ടു. അതുകൊണ്ട് ദൈവം കാണാതെ, ദൈവം കേൾക്കാതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, സങ്കീർത്തനം 139 വായിച്ചാലും നമ്മുടെ ജീവിതത്തിലെ സകലമാന കാര്യങ്ങളും, നമ്മുടെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, നമ്മുടെ നടപ്പ്, ഇരിപ്പ്, നമ്മുടെ ചിരി, വർത്തമാനം, നമ്മൾ ചെയ്യാതിരുന്ന നന്മകൾ, ഇതെല്ലാം ദൈവം അറിയുന്നു. ദൈവം കാണാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന്. വീണ്ടും പ്രിയപ്പെട്ടവർ, നമ്മൾ കാണുന്നുണ്ട് ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം എടുക്കുമ്പോൾ, ജെറമ്യ 23-ന്റെ-24-ാമത്തെ വചനം, കർത്താവ് ചോദിക്കുകയാണ്, എന്നെ കാണാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാവുന്ന ഒരു രഹസ്യ സങ്കേതം നിനക്കുണ്ടോ? അങ്ങനെ ഒരു സ്ഥലം നിനക്ക് കണ്ടെത്താൻ പറ്റുമോ? നമ്മൾ എത്രമാത്രം ബുദ്ധിശാലികളാണെങ്കിലും, എത്രമാത്രം സാമർഥ്യമുള്ള വ്യക്തികളാണെങ്കിലും ദൈവം പറയാണ്, ഞാൻ കാണാതെ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ കേൾക്കാതെ ഒരു വാക്ക് നിനക്ക് പറയാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ വ്യക്തതയോടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ ജീവിതത്തിലെ സകലമാന കാര്യങ്ങളും നമ്മുടെ ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഒരുപാട് വേദനയും കഷ്ടപ്പാടുമൊക്കെ ഉള്ളവർ, മറ്റുള്ളവരതൊന്നും കാണുന്നില്ലെങ്കിലും, മറ്റുള്ളവരൊരു ആശ്വാസവാക്ക് പറയുന്നില്ലെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, എൻ്റെ ദൈവം എൻ്റെ എല്ലാ നൊമ്പരങ്ങളും അറിയുന്നവനാണ്. എൻ്റെ ദൈവം എൻ്റെ ഹൃദയാഭിലാഷങ്ങൾ അറിയുന്നവനാണ്. എൻ്റെ ദൈവം ഞാൻ നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നവനാണ്. എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നവനാണ്, എൻ്റെ ഏങ്ങലടി കേൾക്കുന്നവനാണ്, എൻ്റെ ഹൃദയാഭിലാഷങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. അതൊരുപാട് പ്രത്യാശയും ശക്തിയും നമുക്ക് പകരേണ്ട ഒരു ചിന്തയാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ നടപ്പ് എപ്പോഴും മുന്നോട്ടായിരിക്കണം എന്നത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ യാത്ര മുന്നോട്ടായിരിക്കണം, നമ്മുടെ നടപ്പ് മുന്നോട്ടായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്നലകളിലുണ്ടായ കാര്യങ്ങൾ, അതിൽ നമ്മുടെ മനസ്സ് വ്യാപരിച്ച് അതേക്കുറിച്ച് സദാ സംസാരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ ഒരു കൗൺസിലിംഗ്, ഒരു സാധാരണ സംഭാഷണം, അവിടെ പോലും വരാറുള്ളൊരു കാര്യമാണ്, ഒത്തിരി കാര്യങ്ങൾ അവർ ഇന്നലകളെക്കുറിച്ച് പറയും. ഇന്നിലുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഇന്ന് ദൈവം അവരുടെ ജീവിതത്തിൽ ഭക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നതിനേക്കാൾ അവരുടെ മനസ്സ് മുഴുവൻ വ്യാപരിക്കുന്നത് ഇന്നലകളിലുണ്ടായ ചില നഷ്ടങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, വന്ന ചില രോഗങ്ങളായിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ചില തിക്താനുഭവങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം മനസ്സ് മുഴുകിക്കഴിയുന്നവർ. അവരുടെ യാത്ര മുമ്പോട്ടല്ല, അവർ യാത്ര ചെയ്യുന്നത് പിന്നോട്ടാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുള്ളവരാണ്. വേണമെങ്കിൽ ട്രെയിൻ യാത്ര, പ്ലെയിനിൽ യാത്ര, നടന്ന് യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ യാത്രകൾ ചെയ്യാറുള്ളവരാണ്. യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ യാത്ര എപ്പോഴും മുന്നോട്ടായിരിക്കണം. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോലും മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ഇവിടെയും കോമൺ ആണ്, ചില ട്രെയിനിലൊക്കെ മുഖാമുഖം തിരിഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഇത് ചെയേഴ്സ്, കസേരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കസേരയിലിരിക്കുന്ന വ്യക്തി നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ മറ്റൊരു വ്യക്തി ഇരിക്കുന്നത് കാണാൻ സാധിക്കും, മുഖാമുഖം. അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ട്രെയിൻ നമ്മൾ പുറകോട്ട് കൊണ്ടുപോകുന്നത് പോലെ, നമ്മൾ നേരെ സീറ്റിൽ ഇരിക്കുന്ന അപ്രകാരമായതുകൊണ്ടായിരിക്കാം, നേരെ വിപരീതം ഇരിക്കുകയാണെങ്കിൽ മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഒരു സീറ്റ് മാറിയിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എനിക്ക് നമ്മളിരിക്കുമ്പോൾ പുറകോട്ട് ട്രെയിൻ പോകുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുമ്പോട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ അതുകൊണ്ട് സീറ്റ് മാറിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പോട്ട് പോകുന്ന ട്രെയിൻ നമ്മളും മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നേരായ വഴിക്ക് യാത്ര ചെയ്യണം. വഴി കറക്റ്റായിരിക്കണം. അതല്ല എങ്കിൽ നമ്മുടെ യാത്രയിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഞങ്ങളുടെ തന്നെ ഫ്രാൻസിസ് സാലസിൻ്റെ മിഷണറി സഭയിൽപ്പെട്ട ഒരു വൈദികൻ, ഇന്നും അദ്ദേഹം വിദേശത്താണ്. അച്ഛൻ സൂചിപ്പിച്ച ഒരു കാര്യം, അവരൊരു യാത്ര പോയപ്പോൾ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇല്ലായിരുന്നു, അച്ഛൻ പറഞ്ഞു കേട്ടതാണ്. യാത്ര പോയപ്പോൾ ഇച്ചിരി സീനിയർ പ്രീസ്റ്റാണ്, യങ് പ്രീസ്റ്റ്, പ്രായം കുറഞ്ഞ അച്ഛന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിലൊരാളാണ് യാത്ര ചെയ്തത്. പക്ഷേ ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി അറിയാവുന്നത് ഈ സീനിയർ പ്രീസ്റ്റിനായിരുന്നു. അച്ഛനീ ചെറുപ്പക്കാർ അച്ഛന്മാരുണ്ടായിരുന്നുകൊണ്ട് അവരിലൊരാളെ ഏൽപ്പിച്ചു. എന്നിട്ട് പോയ വഴിക്ക് കുറച്ച് സമയം അച്ഛനങ്ങ് ഉറങ്ങിപ്പോയി. ഇനി ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചിരുന്ന അനുസരിച്ച് ഇവരുടെ മനസ്സിൽ റൈറ്റാണ് എടുക്കേണ്ടത് എന്നുള്ളതുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് മാറിപ്പോയതാണോ, ഇവർക്ക് മനസ്സിലായത് വ്യത്യസ്തമായിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ആ ജംഗ്ഷനിൽ അവർ തിരിഞ്ഞത് നേരെ വിപരീത സൈഡിലേക്കായിരുന്നു. വലത്തോട്ട് പോകേണ്ടടുത്ത് അവരിടത്തോട്ടുള്ള ടേൺ എടുത്തു. ഇന്നിപ്പാണെങ്കിൽ നാവിഗേഷനും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്, അത് പറഞ്ഞു തരും. ഇനി നമ്മൾ തെറ്റായ ഒരു ടേൺ, ഒരു തിരിവ് നമ്മൾ നടത്തിയാൽ പോലും അത് പറഞ്ഞ് നമ്മളെ നേർവഴിയിലേക്ക്, ലക്ഷ്യത്തിലെത്താനുള്ള ആ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. എന്നാ സിസ്റ്റം ഇല്ലായിരുന്നു. അതുകൊണ്ട് അച്ഛനിങ്ങനെ ഉറങ്ങിയത് കൊണ്ട് അവരും ഡിസ്റ്റർബ് ചെയ്തില്ല. നേരെയുള്ള വഴിയാണ് പോകുന്നത് എന്നുള്ള ബോധ്യത്തോടെ പോയി. പക്ഷേ ഒരു 100-110 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴാണ്, കിലോമീറ്ററിൽ അവിടെ മൈലാണ്, 110 മൈൽ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അച്ഛനൊരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛന് തന്നെ ഒരു സംശയം, ഇത് നേരായ ദിശയിലാണോ പോകുന്നത്? അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നേരെ വിപരീത സൈഡിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 110 മൈൽ അവർ തിരിച്ച് യു-ടേൺ എടുത്ത് തിരിച്ചു വരേണ്ടി വന്നു. അതിനുശേഷമാണ് അവർക്ക് വീണ്ടും ആ ഒരു ജംഗ്ഷനിൽ നിന്നും മുമ്പോട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മളെ നേർവഴിയിൽ നയിക്കുന്ന കർത്താവിൽ നിന്ന്, അവിടുത്തെ വചനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ തെറ്റായ വഴിയെ നമ്മൾ പോകുന്ന ആ സാഹചര്യങ്ങളുണ്ടാകാം. അതൊഴിവാക്കി നമ്മുടെ യാത്ര എപ്പോഴും മുമ്പോട്ടായിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നോട്ടം എപ്പോഴും മുമ്പോട്ടും അതുപോലെ തന്നെ നോട്ടം അവികലമായിരിക്കണം എന്നുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള വചനം വായിച്ചാൽ പൗലോസ്ലീഹ ഇക്കാര്യം പറയുന്നുണ്ട്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം, പിന്നിലുള്ളവയെ വിസ്മരിക്കുക, മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി എൻ്റെ യാത്ര തുടരുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നോട്ടം മുമ്പോട്ടായിരിക്കണം. ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെക്കാളും നമ്മുടെ നോട്ടം മുഴുവൻ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, ഇന്നലകളിലെ കാര്യങ്ങൾ, ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന കാര്യങ്ങളല്ലെങ്കിൽ ഇതൊക്കെ നൽകാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ വരാം.
അതാണ് മുമ്പോട്ട് നോക്കി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ. മറ്റൊരു കാര്യം കൂടി വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സഭാപ്രസംഗൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ ചായ്വുണ്ടാകാം. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ട് ചായ്വുള്ളതായിരിക്കും, വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ചായ്വ് വലത്തോട്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വചനം വായിച്ചാലും പാപത്തിലേക്കുള്ളൊരു ചായ്വ്, പാപത്തിലേക്ക് ചായ്വുള്ളവർ സഞ്ചരിക്കുന്നത് മുമ്പോട്ടല്ല പിന്നോട്ടാണെന്ന്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൃദയം ചായ്വുള്ളത് വലത്തോട്ടായിരിക്കണം, നമ്മുടെ നോട്ടം അവികലമായിരിക്കണം, നമ്മുടെ യാത്ര മുമ്പോട്ടായിരിക്കണം. ഇക്കാര്യങ്ങളെല്ലാം ദൈവം വളരെ വ്യക്തമായി വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 5 വചനഭാഗങ്ങളിലൂടെ 5 പ്രധാനപ്പെട്ട സൂചനകൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. യാത്ര മുന്നോട്ടല്ല പിന്നോട്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവാശ്രയത്വം കുറയുന്നതും പ്രാർത്ഥന കുറയുന്നതും നമ്മുടെ യാത്ര മുൻപോട്ടല്ല പുറകോട്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 10-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരം കയറി കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറയും, ദൈവാശ്രയത്വം കുറയും. അങ്ങനെയുള്ളവർ യാത്ര ഇപ്പോൾ മുമ്പോട്ടല്ല, അവരുടെ യാത്ര പുറകോട്ടാണ് എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവഭയം കുറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രഭാഷകൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവഭയം കുറയുന്നതിൻ്റെ ചില സൂചനകൾ. ദൈവഭയം കുറഞ്ഞാൽ നമ്മൾ വചനം ധിക്കരിക്കും. ദൈവഭയമുള്ളവർക്ക് വചനം ധിക്കരിക്കാൻ ആവില്ല. രണ്ടാമത്തെ കാര്യം, ദൈവഭയമുള്ളവർ എപ്പോഴും അവരുടെ ഹൃദയം ഒരുക്കി വയ്ക്കും. ദൈവത്തിന് വേണ്ടി ഒരുക്കമുള്ളതായിരിക്കും അവരുടെ ഹൃദയം. മൂന്നാമത്തെ കാര്യമാണ്, അവരെപ്പോഴും വിനീതരായിരിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും ചെയ്യും. അതെല്ലാം ദൈവഭയമുള്ളതിൻ്റെ സൂചനകളാണ്. ദൈവഭയമില്ലാത്തവർ യാത്ര ചെയ്യുന്നത് മുന്നോട്ടല്ല പിന്നോട്ടാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ്, ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരിക്കുന്നവരുടെ യാത്ര മുന്നോട്ടല്ല പിന്നോട്ടാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 18:35 പറഞ്ഞിട്ടുണ്ട്, ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ കർത്താവിൻ്റെ ക്ഷമ നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമല്ല എന്ന്. നാലാമത്തെ കാര്യമാണ്, മുൻകാല സംഭവങ്ങൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങൾ വിട്ടിട്ട് ഇന്നിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് സാധിക്കണം. ലാസ്റ്റ് 5-ാമത്തെ കാര്യമാണ്, സൽപ്രവൃത്തികൾ, ദാനധർമ്മം എന്നിവ ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ യാത്ര മുന്നോട്ടല്ല പുറകോട്ടാണ് എന്ന്. കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്മ ചെയ്യുവാൻ, ദാനധർമ്മം ചെയ്യുവാൻ, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുക. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടപ്പും കിടപ്പും നമ്മുടെ എല്ലാ ചലനങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ വസിക്കുന്നത്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വാസം ചെയ്യുന്ന നല്ലവനായ ഈശോയെ നമുക്ക് ആരാധിക്കാം,
അവിടുത്തോട് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ വിളിച്ചവരാരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. നമ്മുടെ അവസ്ഥ എന്തുമാകട്ടെ, നമ്മുടെ ആവശ്യം എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്കതെല്ലാം കൊണ്ടുവരുവാൻ സാധിക്കും. ദിവ്യകാരുണ്യനാഥനെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് നമുക്കൊരു നിമിഷം കാണാം. സങ്കീർത്തനം 16:11 നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. നമുക്ക് വേണ്ടത് താൽക്കാലികമായൊരാശ്വാസത്തെക്കാൾ എല്ലാ വിധത്തിലും ഏത് സാഹചര്യത്തിലും നമ്മളെ താങ്ങി നിർത്തുന്ന സഹായിക്കുന്ന ആത്മീയ ആനന്ദം, അത് ദൈവസന്നിധിയിലേ നമുക്ക് ലഭിക്കത്തുള്ളൂ. കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താം, നമ്മുടെ ആഗ്രഹങ്ങളെ ഉയർത്താം, നമ്മുടെ നിലവിളികൾ ഉയർത്താം. നമുക്ക് വേണ്ടതെല്ലാം ദൈവത്തോട് ചോദിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിൽ ഒന്നായി ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ച് സുഖത്തിലും ദുഃഖത്തിലും വിശ്വസ്തരായി ജീവിക്കുവാൻ, ആനന്ദിച്ച് ജീവിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളും തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇല്ലായ്മ, വല്ലായ്മ, രോഗാവസ്ഥകൾ, ഞങ്ങളുടെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ മുറിവുകൾ, രോഗാവസ്ഥകൾ, ദാരിദ്ര്യം എല്ലാം തിരുസന്നിധിയിലേക്ക് ഉയർത്തി കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ അങ്ങേ കർത്താവേ, ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ വിളിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ കൂപ്പാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അവിടുത്തെ സന്നിധിയിൽ എളിമപ്പെടുന്നവരെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തും. നമ്മുടെ ഏതാവശ്യവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ നൊമ്പരങ്ങൾ, രോഗാവസ്ഥകൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, കുടുംബാംഗങ്ങളുടെ വേദനകൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു നിലവിളി മതി, കർത്താവ് അവിടെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളെ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരുണ്യവാനായ കർത്താവേ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ആശീർവദിക്കുന്ന, സുഖപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ആ കരം നീട്ടി ഈ മക്കളെ ഓരോരുത്തരെയും ഇവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് ഇപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ച് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമകാരുണ്യനാഥ,